ശ്വേതാജി, ഐ ലവ് യു. വെൽക്കം ടു സൂപ്പർ അമ്മയും മകളും. അപ്പോൾ എനിക്ക് എപ്പോഴും ശ്വേതാജിയെ കാണുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും അല്ലെങ്കിൽ മൊത്തത്തിൽ ചുറ്റുമുള്ള എല്ലാവരെയും ഹാപ്പി ആക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് അല്ല, വളരെ അടുത്ത് റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 1 year അത്രയൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ടും കാണാൻ തുടങ്ങിയിട്ടും ഇത്രയും ക്ലോസ് ആവാൻ തുടങ്ങിയിട്ടും. അതിനു മുമ്പ് ശ്വേത മേനോൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ 1 yearൻ്റെ ഉള്ളിൽ എനിക്ക് ശ്വേതാജി ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളെ പോലെ. അതിനു മുമ്പൊക്കെ എനിക്ക് ശ്വേത മേനോൻ, സിനിമയിൽ അഭിനയിക്കുന്ന ശ്വേത മേനോൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ശ്വേതാജിക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ എൻ്റെ ഒരു ഇഷ്യൂ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം, ഞാൻ നാട്ടിലും കൂടി ഇല്ല, ആദ്യം എനിക്ക് ഫോൺ എടുത്തിട്ട് വിളിക്കാൻ തോന്നിയത് ശ്വേതാജിയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വിളിച്ചു. ചേച്ചി ഭയങ്കര കാര്യമായിട്ട് ആ പ്രോബ്ലം കേട്ടു. അന്ന് ചേച്ചിയും നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു, മോളുടെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര കാര്യമായിട്ട് എൻ്റെ വിഷമം കേട്ടു, വിഷയം എന്താണെന്ന് അറിഞ്ഞു. സോ അതൊക്കെ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ചേച്ചിയെ കിട്ടിയ പോലത്തെ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഇനിയാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ സമാധാനിപ്പിക്കാൻ ഒരാള്, മുംബൈയിലായിക്കോട്ടെ, തൊടുപുഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഫോണിൽ ഡാർലിംഗ് പറയൂ ഡാർലിംഗ് എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചേച്ചിയാണ് ഇപ്പോൾ ശ്വേത മേനോൻ, ശ്വേതാജി. സോ ഐ ലവ് യു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം, കുട്ടികൾ, അങ്ങനത്തെ ഒക്കെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഇപ്പം ഇവിടെ ഇരുന്ന് ശ്വേതാജി ഓരോ ജഡ്ജിങ് സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത്, ശ്വേതാജിയുടെ പോലത്തെ ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യമാണ്. അത് എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പം ഞാനിപ്പോൾ ചുറ്റും കേൾക്കുന്നത് കല്യാണം കഴിയുന്നു, ഡിവോഴ്സ് ആവുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവുന്നു. ഓരോരോ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നു. ഈവൻ ചില ആളുകൾക്ക് കുട്ടികൾ വേണ്ട എന്ന് പറയുന്നു. കാരണം അവരുടെ ഈ പ്രശ്നങ്ങൾ കാരണം അവരൊരു മൂന്നാമതൊരാളെ ആ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഡൗട്ടാണ്. കല്യാണം വേണോ, കുട്ടികൾ വേണോ, അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു കാര്യം അത്ര വലിയൊരു സംഭവമാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയമാണ്. ശ്വേതാജിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? ഈ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ. ആദ്യം സ്വാസുകുട്ടീനെ ഒരു നല്ലൊരു അമ്മയാവാം. യു ആർ എ വെരി ഫാമിലി ഗേൾ. ഓക്കെ, ഐ നോ യു ലവ് യുവർ മദർ. I know you're a very nice girl, and I always say you'll be a beautiful mother, because as a daughter you're a beautiful daughter. നല്ലൊരു മോൾക്ക് നല്ലൊരു അമ്മയാവാം, നല്ലൊരു വ്യക്തിക്ക് ഒരു നല്ലൊരു അമ്മയാവാം. You're a vibrant and beautiful human being, so you'll be a beautiful mama. Okay? പിന്നെ ഒരു കാര്യം പറയാം, അമ്മയാവുമ്പോൾ സ്വാസിക്കയ്ക്ക് തോന്നും എനിക്ക് അമ്മയാവണം. ആ ദിവസം മാത്രം അമ്മയായാൽ മതി. ബിക്കോസ് സ്വാസുവിൻ്റെ ഒരു ചെറിയ വാവ, ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ടെങ്കിൽ അത് സ്വാസു അതിന് പ്രിപ്പയർഡ് ആവണ്ടേ? അല്ലേ? അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ആവുക? ഇറ്റ് ഹാസ് ടു കം ഫ്രം ഹിയർ. ഓക്കെ, കം ഹിയർ ദിസ് തിങ്. നമ്മൾ ഒരു സൊസൈറ്റിയോ ഒരു ഇതിനും നമ്മൾ ടെൻഷൻ എടുക്കരുത്. ബിലീവ് മീ, അമ്മയാവാനുള്ളൊരു ഏജ് ഇല്ല. 17 വയസ്സോ 15 വയസ്സ് 11 വയസ്സുള്ള ആൾക്കാരും അമ്മയാവാറുണ്ട്. അവർ അമ്മയാണോ എന്ന് ചോദിച്ചാൽ അവർ കുഞ്ഞു വയസ്സിൽ തന്നെ അമ്മയാവുമ്പോൾ അത് അമ്മയല്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി, ഇറ്റ്സ് എൻ അൺകണ്ടീഷണൽ ഒരിതാണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, എവറി വൈസ് ആ സ്ത്രീ, ആ പെൺകുട്ടി റെഡി ആവണം. ഐ ബിക്കെയിം മദർ, ഞാൻ അമ്മയായത് എനിക്ക് തോന്നിയപ്പോൾ. എനിക്ക് അതിന് മുമ്പേ കുറേ സോഷ്യൽ പ്രഷർ ഉണ്ടായിരുന്നു, സൊസൈറ്റി പ്രഷർ ഉണ്ടായിരുന്നു, പേരൻസ് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി
പക്ഷെ ഞാൻ അമ്മയായപ്പോൾ ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, അമ്മയാവണമെങ്കിൽ പോയി അമ്മയാവുക. പക്ഷെ ഒരു പെൺകുട്ടി പൂർണ്ണത കിട്ടണമെങ്കിൽ ആ കുട്ടി ഒരു അമ്മയാവണം. അമ്മ ഡസ് നോട്ട് മീൻ പ്രസവം മാത്രം. ദത്തെടുത്താലും അമ്മയാവും, ഒരു കുഞ്ഞിനെ വളർത്തിയാലും അമ്മയാവും, അല്ലേ? അമ്മ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു മനസ്സാണ്. പ്രസവിക്കണം എന്നുള്ളതല്ല. നമ്മൾ എന്താ പറയുക, വളർത്തുന്ന കുഞ്ഞിനെ എത്ര സ്നേഹിക്കുന്നു, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, പക്ഷെ ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്, സ്വാസുക്കുട്ടി, വെരി സൂൺ യു ആർ ഗോയിങ് ടു ബിക്കം അമ്മ. അതിനു മുമ്പ് വൈഫ് ആയില്ലെങ്കിലും അമ്മയാവും. ഐ നോ യു വിൽ ബിക്കം വൈഫ് and I know the guy. sorry okay, sorry. Yeah, I love you. yes, അപ്പോ വൈഫ്, അമ്മ, ഈ രണ്ട് ഫേസിലും ഞാൻ കടന്നു ബിലീവ് മീ, അമ്മയാവാൻ ആ ഒരു ഫീലിംഗ് വന്നാൽ ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ. നല്ലൊരു ഫേസ് ആണ്. പിന്നെ ഒരു അസുഖമല്ല, ആ സമയത്ത് ഇതിൻ്റെയും ഡബിൾ എനർജി ഉണ്ടാവും, ഡബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും, ഡബിൾ ആയിട്ട് എല്ലാം ഡബിളാണ് ഉണ്ടാവുക. ഓക്കെ, ആ കുഞ്ഞ് അങ്ങനത്തെ ഒരു ഊർജ തരിക. അത് എൻ്റെ ലൈഫാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ 6 പടം ചെയ്തു, 2 റിയാലിറ്റി ഷോ ചെയ്തു, അത് മാത്രമല്ല 3 ഡാൻസ് ഷോ ചെയ്തു, ട്രാവൽ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഈ സ്ത്രീകളുണ്ടായിരുന്നില്ലേ, അവര് പാടത്ത് പോയി പണിയെല്ലാം ചെയ്ത് പോയി പ്രസവിച്ച് തിരിച്ചു വരുന്ന പോലെയാണ് ഞാൻ പ്രസവിച്ചു, തിരിച്ച് ഞാൻ സെറ്റിലെത്തി. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. സോ ആ ഒരു കാര്യം ഞാനും എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. For you I'm singing ലാലി 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 ലീലോ മലരൊളി മന്ദാരം മലരേ മഞ്ചാടി മണിയേ ചാഞ്ചാടും അഴകേ പുതുമലരേ പൊന്നാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ഞു മലരേ. ശരിക്കും ഞാനൊരു ചെറിയൊരു കുട്ടിയായ പോലെ, അതായത് അമ്മമാരിങ്ങനെ നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവരിങ്ങനെ പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. താങ്ക് യു. യെസ്, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതാണ് നമ്മൾ ഈ ചിലപ്പോൾ അത് ഇപ്പം ഈ റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത് തന്നെ ഇവിടെ നമ്മൾ പല അമ്മമാർക്കും കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസേരയിൽ ഇരുന്ന് കണ്ണിൽ നോക്കുമ്പോൾ അറിയാതെ നമ്മളൊരു ഇമോഷണൽ സംഭവത്തിലേക്ക് പോവുകയാണ്. കാരണം അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇടയിലല്ല സംസാരിക്കുന്നത്. ആ ഒരു മൊമെന്റിൽ ഞാനും ശ്വേതാജിയും അല്ലെങ്കിൽ ആരാണോ ആ 2 പേര് അവർ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് മനസ്സിന്. അതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചതും. അപ്പം ഈ ഒരു ടാസ്കിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നതും അങ്ങനത്തെ കുറേ നല്ല മൊമെന്റ്സ് ആണ്. അമ്മയും മകളുമായിട്ടുള്ള നല്ല മൊമെന്റ്സ്, ചേച്ചിയും അനീത്തിയുമായിട്ടുള്ള നല്ല മൊമെന്റ്സ്, 2 ഫ്രണ്ട്സ് തമ്മിലുള്ള നല്ല മൊമെന്റ്സ്, ഹസ്ബൻഡ് വൈഫായിട്ടുള്ള 2 മൊമെന്റ്സ്. അപ്പോൾ ഒരുപാട് നല്ല മൊമെന്റ്സിന് ഈ എപ്പിസോഡിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ ഒരു മൊമെന്റ് കണ്ടപ്പോൾ? സത്യത്തിൽ ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ശ്രീകുട്ടി, എന്താ ശ്രീകുട്ടിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്? നിങ്ങൾ തമ്മിൽ എന്തൊരു കെമിസ്ട്രി ആണോ? കണ്ണു വെക്കാതിരിക്കും. അത് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു കെമിസ്ട്രി ഉള്ള കാര്യം നമ്മളൊക്കെ ഇതുവരെ ചിന്തിച്ചിട്ടും ഇല്ല, അറിയില്ല. സത്യത്തിൽ ഇന്ന് ഈ റൗണ്ട് ടേബിളിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയതാണ്, ശരിയാണല്ലോ, ഒരു 1 ഇയറിനുള്ളിൽ ഒരു നല്ലൊരു ചേച്ചി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംസാരിക്കാനുള്ള ഒരാള് കിട്ടിയ ഒരു ഫീല് ഭയങ്കര ഫീലായിരുന്നു. ആ കെമിസ്ട്രി ഭയങ്കര വിസിബിൾ ആയിരുന്നു. അതിന് ഈ റൗണ്ട് ടേബിൾ വേണ്ടി വന്നു. സോ നൈസ്, സോ ലവ്ലി. ലൈക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ചേച്ചി കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും
സേതാജിയും സാസുവും ഇപ്പോൾ ഒരു കുടുംബമാണ്. നമ്മുടെ സൂപ്പർ അമ്മയും മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോയിലുപരി ഓരോ ഷെഡ്യൂൾ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരുമായിട്ട് ക്ലോസ് ആയി. ലൈക്ക് റിയലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് ഇപ്പം. താങ്ക് യു അമൃത TV for making such a big family. Thank you. അശ്വതി, ഇത് ഞാൻ ശരിക്കും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. ശ്വേതാജി വന്ന് കെട്ടിപ്പിടിച്ച ആ പാട്ടൊക്കെ അതൊരു വല്ലാത്തൊരു എഫെക്ഷൻ ആയിരുന്നു. ശ്വേതാജി അതിൻ്റെ ഇടയ്ക്ക് ഇമോഷണലായി, പ്രതീക്ഷിച്ചേ ഇല്ല. കാരണം സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് ഇങ്ങനെ സ്വാസിക ഇങ്ങനെ നല്ല കൂളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ശ്വേതാജി ഇമോഷണലായി. ഇപ്പം മനസ്സിലായി നിങ്ങൾ തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി മൈൻഡ്. പിന്നെ ശ്വേതാജി അമ്മേനെ പറ്റി പറഞ്ഞ് കുറേ കാര്യങ്ങൾ. ശരിക്കും സ്വാസികയ്ക്ക് ഇനി വേറൊരു ഇത് വേണ്ട, ആവശ്യമില്ല. ഭയങ്കര ടച്ചിങ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ശബ്ദമൊക്കെ താഴ്ത്തി കണ്ണിൽ നോക്കി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം എന്താ ശ്വേതാജി ഓരോ കാര്യങ്ങളും സാസുവിൻ്റെ അടുത്ത് പറയുമ്പോൾ സാസു ആ ചിരിക്കുന്നതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഉള്ളിൽ ഇങ്ങനെ തട്ടി വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ശരിക്കും ഒരു അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം നമുക്കും ആ ഒരു ഫീൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വെരി നൈസ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു മൊമെൻറ്റ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവട്ടെ. ശ്വേതാജി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഇതേപോലെ ഒരു 2 മിനിറ്റ് ഒരുമിച്ചൊന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ മാറി കുറേ കൂടി നമ്മളുടെ മൈൻഡ് ഫ്രീ ആവും. ആ ഒരു കാര്യം എല്ലാവരും അവരുടെ ലൈഫിൽ എടുക്കാമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. സോ ഓക്കെ ശ്വേതാജി, താങ്ക് യു. അപ്പോൾ താങ്ക് യു.